സെഞ്ചുറികൾ എന്നും സ്പെഷ്യലാണ് എനിക്ക്. പക്ഷേ ഇവിടെ ഞാൻ അതിനായി ഒരല്പം സെൽഫിഷ് ആകേണ്ടി വരും. കാർത്തിക് ശർമ്മ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അവനോട് സിംഗിൾ ഇട്ട് തരൂ, ഞാൻ സെഞ്ചുറി അടിക്കട്ടെ എന്നെനിക്ക് പറയാനാകില്ലല്ലോ. ടീമിൻ്റെ ജയം അതാണ് എല്ലാത്തിനേക്കാളും വലുത്. ഇന്ന് സെഞ്ചുറിയിൽ തുടരണമെന്ന ആഗ്രഹമുണ്ടായിരുന്നില്ലേ എന്ന ഹർഷ ഭോഗലിയുടെ ചോദ്യത്തിന് സഞ്ജു സാംസന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഡൽഹിയിൽ അയാൾക്ക് സെഞ്ചുറിയിലേക്ക് എത്താൻ പല വഴികളും ഉണ്ടായിരുന്നു. പക്ഷേ CSKയും ആ കളിക്കൂട്ടത്തെ നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരും മാത്രമായിരുന്നു ആ മൊമെന്റുകളിലൊക്കെ സഞ്ജുവിൻ്റെ മനസ്സിൽ. സുനിൽ ഗവാസ്കർ ഇതേ കാര്യം മത്സരത്തിന് ശേഷം സൂചിപ്പിക്കുന്നുണ്ട്. സാംസൺ മൈറ്റ് ഹാവ് ഹാഡ് ഹിസ് സെഞ്ചുറി ബട്ട് ഹി പ്ലേഡ് ഫോർ ദ ടീം. ഗവാസ്കർ പറഞ്ഞു നിർത്തി. താൻ ഈ ചില്ലുകൂട്ടിലിരുന്ന് എത്ര തവണ വലിച്ചു കയറിയിട്ടുണ്ട് സഞ്ജുവിനെ എന്ന് ഗവാസ്കറിൻ്റെ മനസ്സപ്പോൾ മന്ത്രിച്ച് കാണുമോ? ആ സമയത്തൊക്കെ സഞ്ജു തൻ്റെ രാഗിമിനിക്ക് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ലോകകപ്പ് മുതൽ ഇങ്ങോട്ട് ടീമിനെ ഒറ്റയ്ക്ക് തോളിലെത്തിയ പല റെസ്പോൺസിബിൾ ഇന്നിങ്സുകളും സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. വിൻഡീസിനെതിരെ ഇന്ത്യക്ക് ജീവശ്വാസം നൽകിയ ആ 97 റൺസ്, അന്ന് സെഞ്ചുറി വെറും 3 റൺസ് അകലെയായിരുന്നു. പക്ഷേ ഒരു 3 അക്കത്തേക്കാൾ മൂല്യമുണ്ടായിരുന്നു ആ 97-ന്. അയാളുടെ അടങ്ങാത്ത നിശ്ചയദാർഢ്യം ഇന്ത്യക്ക് സെമി സ്പോട്ട് ഉറപ്പിച്ച് നൽകി. സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെയും ഫൈനലിൽ കിവീസിനെതിരെയും വെറും 11 റൺസ് മാത്രം അകലെയാണ് സെഞ്ചുറികൾ നഷ്ടമായത്. അപ്പോഴൊക്കെ അയാൾ നൽകിയ തുടക്കത്തിൽ ഇന്ത്യ റൺമലകൾ പലതും പടുത്തുയർത്തി. പിന്നെ കളി ജയിച്ചു. ഒരു ലോക കിരീടം ഷെൽഫിലെത്തി. T20 മോഡിൽ തകർത്തടിച്ച് കളിക്കാൻ എളുപ്പമല്ലാത്തൊരു സ്ലഗിഷ് പിച്ച്. ഗെയ്ക്വാദും ഉർവിൽ പട്ടേലും നേരത്തെ തന്നെ കൂടാരം കയറിയിട്ടുണ്ട്. 45 റൺസാണ് ഇപ്പോൾ സ്കോർ ബോർഡിലുള്ളത്. സഞ്ജു കൂടെ വീണാൽ അക്സർ പട്ടേലിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. എന്നാൽ ദേശീയ ടീമിൽ തൻ്റെ സഹതാരമായ സഞ്ജുവിനെക്കുറിച്ച് അക്സറിന് നല്ല ബോധ്യമുണ്ട്. അയാൾ അങ്ങനെ പെട്ടെന്നൊന്നും വീണു പോകില്ല എന്ന്. സിറ്റുവേഷൻ, പിച്ച് കണ്ടീഷൻ, സ്ക്വാഡ് ഡെപ്ത്, അങ്ങനെ മാച്ച് റീഡ് ചെയ്ത് തൻ്റെ ബാറ്റിങ്ങിനെ പരുവപ്പെടുത്തുന്നു സഞ്ജു. ടീം എന്ന ഒറ്റ മന്ത്രം മാത്രമാണ് അയാളുടെ മനസ്സിൽ. ആരൊക്കെ വീണാലും അയാൾ ഒരറ്റത്ത് ബാക്കിയുണ്ടാകും. അത് എതിർ ടീമിനെ സംബന്ധിച്ച് ഒരു ഒഴിയാ തലവേദനയായി മാറും. ഒരിക്കൽ കൂടി അത് സംഭവിക്കുന്നു. ഇങ്ങനെ ഒരു സ്ലോ പിച്ച് ഇരു ക്യാപ്റ്റന്മാരും പ്രതീക്ഷിച്ചതാണ്. അഖീൽ ഹുസൈനും നൂർ അഹമ്മദുമൊക്കെ ആ കണ്ടീഷൻ്റെ ആനുകൂല്യം ആവോളം ഉപയോഗിച്ച് ഡൽഹി ബാറ്റർമാരെ വരിഞ്ഞു കൊടുക്കുന്നു. അവസാന ഘട്ടത്തിൽ സമീർ റിസ്വി തകർത്തടിച്ചാണ് ഡൽഹിയെ 150 മുകളിൽ എത്തിക്കുന്നത്. പവർ പ്ലേയിൽ ഡൽഹി ചെന്നൈക്കും ഇതേ കെണിയൊരുക്കിയിരുന്നു. എന്നാൽ സഞ്ജുവും കാർത്തിക് ശർമ്മയും ചേർന്ന് അക്സർ പട്ടേലിൻ്റെ പ്ലാനുകളെ മുഴുവൻ പൊളിച്ചു. കരുതലോടെയുള്ള തുടക്കം, ഗിയർ ഷിഫ്റ്റിംഗ്, പിന്നെ ഫിനിഷിംഗ്. 8ാം ഓവറിൽ സഞ്ജുവിൻ്റെ സ്കോർ 22 പന്തിൽ 22 ആയിരുന്നു. എന്നാൽ പിന്നെ 10 പന്ത് കൂടെ കഴിഞ്ഞപ്പോഴേക്കും അയാൾ അർദ്ധ സെഞ്ചുറികൾ തൊട്ടു. അക്സറിനെതിരെ കരുതലോടെ കളിച്ച സഞ്ജു പക്ഷെ കുൽദീപിനെ കണക്കിന് പ്രഹരിച്ചു. അക്സറിനെതിരെ 10 പന്തിൽ 12 ആയിരുന്നു സഞ്ജുവിൻ്റെ സ്കോർ. ഒറ്റ സിക്സറാണ് അയാൾ പായിച്ചത്. എന്നാൽ കുൽദീപിനെതിരെ 3 സിക്സറുകളും 1 ഫോറും പായിച്ച സഞ്ജു 9 പന്തിൽ 25 റൺസാണ് അടിച്ചെടുത്തത്. ബോളർമാരെ തെരഞ്ഞു പിടിച്ചാണ് അയാൾ പ്രഹരിച്ചത്. നടരാജനെതിരെ 2 സിക്സും 3 ഫോറും അടക്കം 8 പന്തിൽ 27 റൺസ് അടിച്ചെടുത്തു. 12ാം ഓവറിൽ കുൽദീപിനെ 2 സിക്സറും 1 ഫോറും പായിച്ച് 50യിൽ തൊടുന്നു. 15ാം ഓവറിൽ നടരാജനെതിരെയും ഇത് ആവർത്തിച്ചു. 2 സിക്സ് 1 ഫോർ. ചില ബോളർമാരെ സഞ്ജു ടാർഗറ്റ് ചെയ്ത് പ്രഹരിച്ചത് അക്സറിൻ്റെ കണക്ക് കൂട്ടലുകളെ മുഴുവൻ തെറ്റിച്ചു. ഡെത്ത് ഓവറുകളിലേക്ക് കടക്കുമ്പോൾ 30 പന്തിൽ വെറും 30 റൺസ് മതിയായിരുന്നു ചെന്നൈക്ക് ജയിക്കാൻ. അത്രയും പന്തുകൾക്കായി കാത്തുനിന്നില്ലേ അവർ. വെറും 15 പന്തിൽ കഥ തീർത്തു. 52 പന്തിൽ പുറത്താകാതെ 87 റൺസായിരുന്നു ഇന്നലെ സഞ്ജുവിൻ്റെ സമ്പാദ്യം. 167 സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് വീശിയത്. 7 ഫോറും 6 സിക്സും അയാളുടെ ബാറ്റിൽ നിന്ന് പറന്നു. കാർത്തിക് ശർമ്മയ്ക്കൊപ്പം 3ാം വിക്കറ്റിൽ സഞ്ജു ഉണ്ടാക്കിയ സെഞ്ചുറി കൂട്ടുകെട്ടാണ് CSK വിജയത്തിന് അടിത്തറയിട്ടത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സഞ്ജുവിൻ്റെ ഗെയിം അവയർനെസ് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് എന്നാണ് മത്സരത്തിന് ശേഷം വീരേന്ദർ സേവാഗ് പ്രതികരിച്ചത്. വിക്കറ്റുകൾ ഒരറ്റത്ത് വീണുകൊണ്ടിരിക്കുമ്പോൾ താൻ മൈതാനത്ത് തുടരേണ്ടതിൻ്റെ അനിവാര്യത മനസ്സിലാക്കി കരുതലോടെ കളിക്കുന്ന സഞ്ജുവിനെ പല കുറി ഈ ടൂർണമെൻറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വാങ്കഡയിൽ മുംബൈക്കെതിരായ ഒരൊറ്റ ഇന്നിങ്സ് മതി സഞ്ജുവിൻ്റെ മാറ്റത്തെ അടയാളപ്പെടുത്താൻ. 10 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ 402 റൺസുമായി ഓറഞ്ച് ക്യാപ്പ് റേസിൽ 5ാമതുണ്ട് സഞ്ജു. 167 സീസണിൽ അയാളുടെ സ്ട്രൈക്ക് റേറ്റ്. 2 സെഞ്ചുറിയും 1 അർദ്ധ സെഞ്ചുറിയും ഇതിനോടകം കുറിച്ചു കഴിഞ്ഞു. 42 ഫോറും 21 സിക്സും അയാളുടെ ബാറ്റിൽ നിന്ന് പിറന്നു. ചെന്നൈ തങ്ങളുടെ പ്ലേ ഓഫ് പ്രതീക്ഷകളെ സജീവമാക്കുകയാണ്. ചേട്ടൻ്റെ ചെറുകിലേറി.